ആലപ്പുഴ ചേർത്തലയിൽ അതിദരിദ്രർക്കായുള്ള ഭക്ഷ്യ കൂപ്പണുകൾ തട്ടിയെടുത്തതിൽ കോൺഗ്രസ് കൌൺസിലർക്കെതിരെ കേസ്. എം സാജുവിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. 11 മാസത്തെ കൂപ്പണുകൾ മോഷ്ടിച്ചെന്നായിരുന്നു ഗുണഭോക്താവിന്റെ പരാതി. ഞാൻ എൻ്റെ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ്റെ സമയം കഴിഞ്ഞിട്ട് കുറേ 3-4 മാസം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേപ്പർ കൗൺസിലറാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കൗൺസിലിൻ്റെ പുറകെ നടന്ന് വിഷമിച്ചിട്ടാണ് ഞാൻ നേരിട്ട് അക്ഷയയിൽ പോയി. അവിടുന്ന് ഈ പേപ്പറൊക്കെ കൊണ്ട് മുനിസിപ്പാലിറ്റി ചെന്നപ്പോഴാണ് എനിക്ക് അർഹതപ്പെട്ട് കിട്ടേണ്ടതൊക്കെ കിട്ടണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കിറ്റ് കിട്ടണില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്നും പറഞ്ഞു. എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുന്നു പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പോൾ ഒരു പരാതിയായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി മേടിച്ചു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ആൾക്കാരും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. എന്നോട് ചോദിച്ച അനുവാദം മേടിച്ചിട്ടാണ് പുള്ളി വേറെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് വേറെ കൊടുക്കണമെന്നാണ് പുള്ളി പറയണത്. എനിക്കറിയില്ല. എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ഏകദേശം ഒരു 2023 കാലഘട്ടങ്ങളിൽ ഒരു തിരുവോണത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും ഞാൻ അദ്ദേഹത്തോട് അന്ന് ചോദിച്ചതാണ്, ചേട്ടൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കിറ്റോ കാര്യങ്ങളോ തന്നു കഴിഞ്ഞാൽ ചേട്ടൻ അതെങ്ങനെയാണ് സ്വീകാര്യമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും കൃത്യമായി എടുത്തു പറയുന്നു. അനിയ, ഇതിവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇവിടെ പാചകം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കുള്ള സാഹചര്യമില്ല, ഗ്യാസോ സ്റ്റവോ ഒന്നുമില്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതാണ്. അതിനുശേഷം ഈ കിറ്റ് വരുന്ന സമയത്ത് പോലും നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പോയി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പുള്ളിയോട് കിറ്റ് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അനിയ, ഞാൻ അന്ന് പറഞ്ഞതല്ലേ, ഇതാർക്കെങ്കിലും എന്നെപ്പോലെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്ന അംബികാ പ്രസാദ് കൈലാസത്ത് വെളി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഞാൻ ഈ സാധനം കൊടുത്തു. അശ്വിൻ പാലാഴിയ വാർത്തകൾ. അശ്വിൻ, എന്താണ് ഈ സംഭവം? ഈ രണ്ടാമത് സംസാരിക്കുന്ന ആളാണോ ഈ പറയുന്ന, എന്താണ് പേരെന്താണ്? സാജു, എം സാജു. ഹാഷ്മി ക്രിസ്ത്യന, നമ്മൾ 2 പ്രതികരണങ്ങളാണ് ഇതിൽ കേട്ടത്. അതിൽ ആദ്യം കേട്ടതാണ് പരാതിക്കാരൻ CV ആനന്ദകുമാർ. ആനന്ദകുമാർ അതിദരിദ്രരുടെ പട്ടികയിലുള്ളതാണ് ചേർത്തല നഗരസഭയിലെ. ഈ ചന്ദ്രാനന്ദന് ഈ ആനന്ദകുമാറിന് കഴിഞ്ഞ 2024 ഡിസംബർ മുതൽ 2025 ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലെ, അതായത് 11 മാസത്തെ ഭക്ഷ്യ കൂപ്പണുകളുണ്ട്. 500 രൂപ വെച്ചുള്ള ഭക്ഷ്യ കൂപ്പണുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഈ 11 മാസവും ആനന്ദകുമാറിന് കിട്ടിയിരുന്നില്ല. പക്ഷേ നഗരസഭയിൽ നിന്ന് ഈ വാർഡ് കൗൺസിലറായ സാജു ഇത് ഒപ്പിട്ട് കൈപ്പറ്റിയതായ രേഖയുണ്ട്. അത് പിന്നീടാണ് ആനന്ദകുമാർ അറിയുന്നത്. ഇതിനുശേഷമാണ് തന്റെ പേരിലുള്ള കൂപ്പണുകൾ ഈ സാജു മോഷ്ടിച്ചു എന്നുള്ള പേരിൽ ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ തന്നെ ആനന്ദകുമാർ ഒരു പരാതി നൽകുന്നത്. അന്വേഷിച്ച സംഭവത്തിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കി മുനിസിപ്പാലിറ്റി പിന്നീട് ചേർത്തല പോലീസിലേക്ക് ഈ കേസ് കൈമാറി. വിശദമായ നിയമോപദേശം ലഭിച്ച ശേഷമാണ് ഈ കൗൺസിലർക്കെതിരെ പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി FIR ഇട്ടത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് FIR. 5500 രൂപയാണ് ഇങ്ങനെ ഈ കൂപ്പണുകൾ തട്ടിയെടുത്തതിലൂടെ കൈക്കലാക്കിയിരിക്കുന്നതാണ് കണ്ടെത്തൽ. ഒപ്പം ഇതിൽ സാജുവിന്റെ വിശദീകരണം കൂടിയുണ്ട്. അത് ഈ ആനന്ദകുമാറിന്റെ അനുമതിയോടുകൂടിയാണ് ഒപ്പിട്ട് കൈപ്പറ്റി മറ്റൊരാൾക്ക് ഈ കൂപ്പൺ എത്തിച്ചതെന്നുള്ളതാണ് സാജുവിന്റെ വിശദീകരണം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൂടി എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ LDF ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. അതേസമയം സാജുവിന് രാഷ്ട്രീയ സംരക്ഷണം നൽകുകയാണ് UDF. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടിച്ചമച്ച കഥയാണ് എന്നുള്ളതാണ് UDFന്റെ ആരോപണം. എന്തായാലും നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള നടപടി. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 11 മാസത്തെ കൂപ്പൺ അടിച്ചു മാറ്റി എന്നാണ് കേസ്. മോഷ്ടിച്ചു എന്നാണ് ഗുണഭോക്താവിൻ്റെ പരാതി നമ്മൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ നിന്ദ്യമായ പണിയാണ്, അത് ആരും ചെയ്തുകൂടാത്ത പണിയാണ് ചെയ്തത്. സാജു പറയുന്നത് അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി വാങ്ങി വേറൊരാൾ കൊടുത്തു എന്ന് സാജു പറയുന്നുണ്ട്. അന്വേഷണത്തിൽ അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.